കേരളത്തിലെ സംഗീശൻ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇത്രയും ദിവസം വി സിമാർക്ക് വേണ്ടി വായിട്ടലച്ചിരുന്ന വ്യക്തിയാണല്ലോ. ചെറിയ സമരം, ക്രിമിനലുകളും ഗുണ്ടകളും നടത്തുന്ന സമരം, ഗവർണർ ഇട്ടുകൊടുത്ത എല്ലിൻ കഷ്ണം, കോൺഗ്രസ് അധ്യാപക സംഘടനയിലെ വി സിമാർക്ക് വേണ്ടി കടിച്ചു പിടിച്ചതിന് ശേഷം ആ വിഷയത്തിൽ സംഘപരിവാറിനോടൊപ്പം നിന്നുകൊണ്ട് സതീശൻ ഭാരതാംബയ്ക്ക് വിളക്ക് കൊളുത്തുന്ന മോഡിലായിരുന്നു. ആ മോഡിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് കരണം പുളക്കെ കിട്ടുന്ന ഒരു മറുപടി പുറത്തു വന്നപ്പോൾ സതീശൻ വച്ച നാവെടുത്തിട്ടില്ല. ഇനിയിപ്പോ ഒരു പുതിയ കറക്ക് ന്യായീകരണവുമായിട്ട് എത്തുമായിരിക്കും. എന്തായാലും സതീശൻ ന്യായീകരിച്ചുകൊണ്ടിരുന്ന സിസ തോമസിനെയും ശിവപ്രസാദിനെയെല്ലാം കോടതി അടിച്ചു പുറത്താക്കിയപ്പോൾ ആ സമരം ചെയ്ത SFIക്കാർ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ സംഘിണി സുജയ പാർവതി ശിവപ്രസാദിനെ വിളിച്ച് ചോദ്യമായി ചോദിച്ചപ്പോൾ തിരിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന മറുപടി SFI നേതാവ് നൽകിയിട്ടുണ്ട്. അത് സുജയയ്ക്കും സംഘികൾക്കും മാത്രമല്ല, സതീശൻ കൂടി കേൾക്കേണ്ട മറുപടിയാണ്. നമുക്കിപ്പം ശിവപ്രസാദ് ചേരുകയാണ്. ശിവപ്രസാദ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ പോരാട്ട പാതയിൽ പോകുമ്പോഴാണ് നേരത്തെ എടുത്ത 2024 ഒരു തെറ്റായ തീരുമാനം കോടതി തിരുത്തുന്നത്. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷപൂർവ്വമാണ് കോടതി വിധിയെ ഞങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾ ഈ കേരളത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം